ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്സോസ് 3:11 ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ ഇവിടുത്തെ കാത്തലിക്സ് അല്ലാത്തവരും ക്രിസ്ത്യൻസ് അല്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾ കർത്താവിനെയാണ് വിളിക്കണത്. എല്ലാ വിഷയത്തിൻ്റെയും നാമത്തിൻ്റെയും അതിനാഥനായ കർത്താവിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനേക്കാൾ ഉപരി, എന്നെക്കാൾ ഉപരി സ്വന്തം വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സ്വന്തപ്പെട്ടവരെയോ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് ഈശോ പറഞ്ഞത്. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 10:37 മത്തായി 10:37 എന്നേക്കാൾ അധികം, പറഞ്ഞ എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഒരു വിഷയം അതിൽ തന്നെ കുരിശല്ല. ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ടാക്കുന്ന വിഷയത്തെ സമീപിക്കുമ്പോഴാണ് അത് കുരിശാകണത്. അതൊരു ബ്ലെസ്സിങ് ആണ്. മൂന്നാമത്തെ ഭർത്താവ്, വിശ്വാസമില്ലാത്ത ഭർത്താവിന് വിശ്വാസം കിട്ടിയപ്പോഴേ അയാൾ അത് ബ്ലെസ്സിങ് ആയിട്ടാണ് കണ്ടത്. യേശുവിനെ കർത്താവിൻ്റെ സ്ഥാനത്ത് തള്ളിക്കളയുകയും ഇവരുടെ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാരെ കർത്താവിൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ വചനത്തെക്കാൾ നാട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കും. നാട്ടുകാരുടെ വചനത്തെ മാത്രമല്ല, പലരും പെട്ടിരിക്കണ കൂട്ടുകാരുടെ വചനത്തെ വചനം കൊടുത്തിട്ടാണ്. പലരും പെട്ടിരിക്കണത് കർത്താവിൻ്റെ വചനം നേരെ ചൊവ്വയുള്ള സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഉടായ്പുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരുടെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. എനിക്ക് ഏറ്റവും പേടി ആൻറ്റിമാരെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാ പ്രസംഗത്തിലും പറയും ആൻറ്റിമാരെ. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ജന്മമാണത്. നിങ്ങളുടെ പല മക്കളും വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിൽ ഈ ആൻറ്റിമാരുടെ കൈയുണ്ട്. അവർ വഴി പിഴപ്പിച്ചിട്ടാണ്. അവർ നല്ല ഒരു ശാസനം കൊടുക്കുന്ന ആൻറ്റിമാരില്ലെന്നല്ല പറയണത്. പലപ്പോഴും നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ഈ അവിടുന്ന് യൂറോപ്പിൽ അവിടെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടി വളരണ ആൻറ്റിമാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റണത്. ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെയെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. മത്തായി 10:36 സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. ക്രിസ്തുവിനെ നമ്മൾ അകറ്റിക്കളയുന്ന ആൾക്കാരുടെ പേരാണ് എന്താണ്? ശത്രു. അവൻ ആരായിരിക്കും? മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർ അഭിഷേകം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഉടമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് 1 ഉടമ്പടി കഴിഞ്ഞിട്ടുമ്പോൾ ചില ആൾക്കാർ പോകത്തില്ല. പ്രാർത്ഥിച്ച് വിട്ടാലും പോകത്തില്ല. നിനക്കിടിയാണ്. ഞാൻ പറഞ്ഞു എന്തടി? അച്ഛാ അതെ, ഇത് അവസാനത്തെ പരീക്ഷ, ഞാൻ എഴുതണ വേണ്ടെന്നൊന്ന് പറയണം. ഞാൻ 5 എണ്ണം എഴുതി, കാശിത്രയും പോയി, 47,000 രൂപ അല്ല 4 ലക്ഷം രൂപ പോയി. ഇനി ഒരു പരീക്ഷ കൂടിയാണ്, കാശിയും വിട്ട് തരത്തില്ല, ഞാൻ എഴുതണ വേണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ അവർക്ക് തട്ടുതടിച്ച് പറഞ്ഞ് നീ എഴുതടി എന്ന് പറയും. എന്താ കാര്യം? അത് അധികാരമാണ്. ഞാനത് പറയണത് എന്താണ്? കർത്താവിലാണ് പറയണത്. പിന്നെ എൻ്റെ റിസ്ക് ആർക്കാണ്? കർത്താവിലാണ്. ഞാനും അവളും കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അധികാരം എന്ന് പറയാം. അപ്പോൾ ദൈവമക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് മക്കളെ ഇനിയുള്ള കാലങ്ങളുടെയും കരിസ്മാറ്റിക് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ആണ്. ശക്തിയുടെ പ്രകടരൂപങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങൾ. പക്ഷേ ഇവാഞ്ചലൈസേഷൻ നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. എപ്പോഴും നമ്മൾ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രത്തിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അധികാരപൂർണമായിട്ടുള്ള വർത്തമാനമായിരിക്കും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എന്താ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രു. 10:19 ലൂക്ക 10:19
ഇതാ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് നമ്മൾക്ക് ഇപ്പൊ ഇനി മത്തായി 28:18 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 28:18. മത്തായി 28:18. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ സുവിശേഷം കൈമാറ്റത്തിന് വേണ്ടത് അധികാരമാണ്, ശക്തിയല്ല. ശക്തിയും അടയാളം മാത്രമല്ല, അധികാരം വേണം. അധികാരം വേണമെന്നുണ്ടെങ്കിൽ അധികാരത്തിന് എപ്പോഴും നമുക്കറിയാം അധികാരം എങ്ങനെ ഉണ്ടാകണം. സഭയിൽ അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒരു അധികാരം ലോ സ്റ്റാറ്റസിങ് ആണ്. ഉടമ്പടിയിലെ ഏറ്റവും ഘടകമാണ് ലോ സ്റ്റാറ്റസിങ്. എന്നുവെച്ചാൽ അതിനാൽ അത്യധികം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്ക് ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവന് നാമം കേൾക്കുമ്പോഴേ താഴെ പാതാളത്തിന് ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. അധികാരത്തിന് ശക്തി അതാണ്. അധികാരമെന്ന് പറയുമ്പോൾ അധികാരമുള്ളവർക്ക് മാത്രമേ സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പത്രം കൊടുക്കുന്നവർ കർത്താവെ സുവിശേഷ ചൈതന്യത്തിൻ്റെ അധികാരം തരാൻ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ പോണ തേളുകളുടെയും പാമ്പുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ നേർക്കാണ് പോണത്. നിങ്ങൾ പറയും അച്ഛന് കാശുണ്ടാക്കാനാണത്. നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? നിങ്ങൾക്ക് പത്രം നടക്കേണ്ട കാര്യമുണ്ട്. ഇതാ ശത്രുക്കളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ പിശാചിൻ്റെ എല്ലാ ശക്തികളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോണത്. ആ ശക്തിയെ അതിജീവിക്കുന്ന അധികാരം തന്നാൽ നിങ്ങളെ വിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10:19 പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ഇതാ ശത്രുവിൻ്റെ ലൂക്കാ 10:19 പറഞ്ഞ ഇതാ ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്ന എന്റെ കർത്താവേ, എന്റെ നാമത്തെ പ്രഘോഷിക്കുന്നതിനായി എന്നെ ശക്തീകരിക്കണമേ. എന്റെ നാമത്തെ കൈ മാറുന്നതിനായി എന്നെ ശക്തീകരിക്കണമേ. അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാചനം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് 28:20. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുഷ്ഠിക്കുവാൻ അവരെ അഭ്യസിക്കുവേൻ. അതാണ് ഞാൻ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അതാണ് ഉടമ്പടി. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? അധികാരത്തോടുകൂടി കർത്താവിനെ കൈമാറുകയും കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുകയും ചെയ്യുകയാണ്. അതിന് നെറ്റ് എഫക്റ്റ് എന്താണ്? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ
ഉണ്ടായിരിക്കും. ഉടമ്പടി പ്രസൻസ് അങ്ങനെ വരണത്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഇപ്പം എന്ത് ചെയ്യുന്നറിയാമോ? ഇവളെ അറിയിക്കാതെ, പണ്ട് ഇവള് ഭർത്താവിനെ അറിയിക്കാതെ ഒന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഭർത്താവ് ചിരിക്കണത് എന്താണ്? ഇവള് കുഞ്ഞിനെ കൊല്ലാൻ നടക്കണ കാരണം, അവൾ ഡിപ്രഷൻ അടിച്ചിരിക്കണ കാരണം ഭർത്താവ് അവളറിയിക്കാതെ വന്ന് സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത്. ഒരു സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? എന്ത് രസമാണ് കേൾക്കാൻ. എന്നിട്ട് ആ ഉടമ്പടി ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവസാനം കുഞ്ഞിനെ പ്രസവിക്കും, മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിക്കും. പ്രസവിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് മൊത്തം മഞ്ഞ നിറവാണ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് 80% കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറമുണ്ട്. ഇത് 80%, 90-97% മഞ്ഞ നിറവാണ്. അപ്പോൾ കുഞ്ഞിനെ ഉടനെ അവർ എമർജൻസി ആയിട്ട് വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കൊച്ചിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും, 1 മിനിറ്റേ ഉള്ളു, നിങ്ങൾ എത്രയും വേഗം പോയി ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരണം. ഈ ബ്ലഡ് കയറ്റിയില്ലെങ്കിൽ കൊച്ചി ഇപ്പം മരിക്കുമെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ തീ പറഞ്ഞു അവിടെ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലണത്. ആ ഗവൺമെൻറ് ആശുപത്രി കാണുന്ന ആദ്യമായിട്ട്. എവിടെയാണ് ബ്ലഡ് ബാങ്ക്, തിരിച്ച് കുഞ്ഞെ കിടക്കുന്ന തിയേറ്റർ എവിടെയാണ്, ഇതൊക്കെ എല്ലാം കൺഫ്യൂഷനാണ്. രാത്രി ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ഇവന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടും. ഒരു ബ്ലഡ് കണ്ടെയ്നറിൽ ബ്ലഡ് കൊടുക്കും. ഈ ബ്ലഡും പിടിച്ചുകൊണ്ട് ഇവൻ ഓടുകയാണ്. പക്ഷേ എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല, തെക്കും വടക്കും അറിയാൻ പാടില്ല. അവിടെ ചെന്ന് ഒരു സെക്യൂരിറ്റി ചോദിക്കുന്നത് ഈ ബ്ലഡ് എവിടെ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലഡ് കൊടുക്കും. ഉടനെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഇവൻ്റെ ചിറ്റ തങ്കച്ചിറ്റ എന്നാണ് അവൻ പറയണത്. തങ്കച്ചിറ്റ ഇരുട്ടത്ത് കൂടി വന്നു വെച്ചും കൊന്ത കൊണ്ടുവന്ന് ഈ ബ്ലഡേ വെക്കും. കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ. ഈ കാലത്ത് ആൾക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാ വിശ്വാസമാണ്. തങ്കച്ചിറ്റ തടഞ്ഞെടുത്തിട്ട് പറയണേ, കർത്താവേ ഈ രക്തം നിൻ്റെ രക്തം, അവളുടെ പ്രാർത്ഥിക്കുന്ന കൊന്ത എടുത്ത് ഇതിമേ വെച്ചിട്ട് രക്തത്, കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ. ഒറ്റ വാക്ക്. പിന്നെ ഇവൻ ഓടണം മുഴുവനും, കർത്താവേ നിൻ്റെ രക്തമാക്കണമേ. ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ നിൻ്റെ രക്തമായിട്ട് കയറണമേ എന്നാണ്. അവൻ ഒരു കണക്കിന് സ്ഥലത്ത്, സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ചാടി ബ്ലഡ് കൊടുത്ത് ബ്ലഡ് കൊച്ചിന് കയറി. അതുപോലെ തന്നെ കൊച്ച് രക്ഷപ്പെട്ട്. അവൻ ആ സാക്ഷ്യത്തിന് അവസാനം പറയേണ്ട സംഭവമുണ്ട്. എല്ലാം ശാസ്ത്രമാകാം, പക്ഷേ ശാസ്ത്രമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഈ 1 മിനിറ്റിനുള്ളിൽ ഈ രക്തം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ രക്തവും കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയതിൽ ശാസ്ത്രമില്ല, അവിടെ ദൈവം മാത്രമേ ഉള്ളെന്ന്. അത് എനിക്ക് ഭയങ്കര ഞെട്ടിപ്പോയി. അവൻ എന്ത് കറക്റ്റായിട്ടാണ് അനലൈസ് ചെയ്യണത്. 1 മിനിറ്റ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ രക്തം എടുത്തുകൊണ്ട് ആ 1 മിനിറ്റാണോ 2 മിനിറ്റാണോ 3 മിനിറ്റ് ആക്കേണ്ടത് ദൈവമാണ്. അവിടെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും. ആ രക്തകത്ത് കയറുന്നവരെ ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കുന്നതിൽ ശാസ്ത്രമില്ല. അവിടെ എന്താണ്? വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് തങ്കച്ചേറ്റിയുടെ വിശ്വാസമാണ്. കർത്താവ് ഈ രക്തത്തെ നിൻ്റെ രക്തമായി മാറ്റണമേ എന്നുള്ളത്. അത് കയറുമ്പോഴാണ് കുഞ്ഞിൻ്റെ മഞ്ഞ നിറത്തിലിരുന്ന ശരീരം മുഴുവൻ ചുവന്നുകൊണ്ട് വരും. എന്താ കാര്യം? കർത്താവ് അതിനെ ആശീർവദിച്ചു. ആ കുഞ്ഞിൻ്റെ ജീവനെ തിരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ ഫെയ്ത്ത് ഗ്രാഫിലെ ഈ ഒടിയൻ ഗ്രാഫിൽ ഒത്തിരി ഒടിഞ്ഞൊടിഞ്ഞ് താഴേക്ക് പോയാൽ നിങ്ങൾ തോറ്റെന്നതിൻ്റെ അർത്ഥം. ഇടയ്ക്കൊക്കെ തിരിച്ച് ഒടിയാം, സ്വാഭാവികമാണ്. പക്ഷേ ഫെയ്ത്ത് ഗ്രാഫ് എപ്പോഴും വളരണമാണ്. വിശ്വാസത്തിൽ വളരുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ തളരുന്നതാണ് അതിൻ്റെ കൗണ്ടെന്ന് പറയണത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് മറ്റവരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, പാർട്ടിക്കാരെന്ത് പറയും, ഒരു മനുഷ്യൻ നോക്കരുത്. നിൻ്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യും. കാര്യം അവൻ്റെ നാമം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. അവൻ്റെ നാമത്തിന് അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി അഭിഷേകം മേടിച്ച ആളാണ് നീ എന്നുള്ള ബോധ്യം. ആ ബോധ്യം നിന്നെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും.
അതെല്ലാം പ്രാർത്ഥന വിശ്വാസം കൈകാര്യം ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നീയാണ് കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഗുരുതരമായ രോഗമുള്ളിടത്ത് കൈവെക്കാം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. തലവേദനയുള്ളവരെ നെറ്റി കൈവെക്കണം. ഉദരരോഗമുള്ളവരെ വയറിൽ കൈവെക്കണം. കരരോഗമുള്ളവർ നെഞ്ചിൻ്റെ കൂടിനെ കൈവെക്കണം. ഹൃദ്രോഗമുള്ളവരെ ഇടനെഞ്ചിന് കൈവെക്കണം. തോൺസൈറ്റ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. സർവാംഗം കൂടുതൽ രോഗമുള്ളവരെ കൈവണച്ച് വെക്കണം. മൊത്തം കർത്താവിന് ശരീരം ഉച്ചയോടെ ഉള്ളംകാലം വരെ ഏൽപ്പിക്കണം. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ശരീര രോഗങ്ങളുള്ളിടത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് യേശുവിൻ്റെ നാമത്തില്, യേശു കർത്താവിൻ്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, വിസ കിട്ടാത്ത അവസ്ഥകള്, സാമ്പത്തിക തകർച്ചകള്, വീടില്ലാത്ത അവസ്ഥകള്, സ്ഥലമില്ലാത്ത അവസ്ഥകള്, സമാധാനമില്ലാത്ത അവസ്ഥകള്, അകന്നുപോയ ഭാര്യ ഭർത്താക്കന്മാര്, മക്കളില്ലാത്തവര്, സാമ്പത്തിക തകർച്ച വന്നുപോയവര്, കടത്തിലായിപ്പോയവര്, ജപ്തിയായിപ്പോയവര്, മാരക രോഗികള്, ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ യേശുവേ നന്ദി. കൂട്ടായി നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങൾ ഏറ്റവും ഫലപ്രദമായ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. നിങ്ങളുടെ സ്വകാര്യ വിഷമതകളെ ഏറ്റവും ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് ഈ ആരാധന സമയം. അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ, രോഗങ്ങളെ, തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ഡേറ്റിട്ട് ഏൽപ്പിക്കുക. സാഹചര്യത്തിലും നീയാണ് കർത്താവ് എന്ന് ഏറ്റുപറയുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അത് നിന്നെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മാർഗമാണെന്ന് അത് വിവേചിച്ചറിയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ ആവേ